Hello dear students, എല്ലാവർക്കും once again welcome. So നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണ്, സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് റിലേഷൻ ബിറ്റ്വീൻ എലമെൻറ്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു കോമൺ ആയിട്ടൊരു ഇക്വേഷൻ ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. മോറോവർ ബി വി ഈക്വൽ ടു ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബി സൈൻ ഡെൽറ്റ. am I കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ ഇതിനെ, ഈ ബി എച്ചിനെയും ബി വിയെയും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒന്ന് നമുക്ക് ബി സൈൻ ഡെൽറ്റയുണ്ട്, മറ്റൊന്ന് എന്തുണ്ട്? ബി കോസ് ഡെൽറ്റയുണ്ട്. സോ ബി വി ബൈ ബി എച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ടാണ് വരുന്നത്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം ഈസ് ബി സൈൻ ഡെൽറ്റ, ദ സെക്കൻഡ് ടേം ഈസ് ബി കോസ് ഡെൽറ്റ. അപ്പോൾ ബി സൈൻ ഡെൽറ്റ ബൈ ബി കോസ് ഡെൽറ്റ എന്ന് വരുന്നു. സോ ഒബ്വിയസ്ലി ഈ ബി ബി ക്യാൻസലായിട്ട് മാറുന്നു. ദെൻ സൈൻ ഡെൽറ്റ ബൈ കോസ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രി റിലേഷനിൽ അത് ടാൻ ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? ബി വി ബൈ ബി എച്ച് ഈക്വൽ ടു ടാൻ ഡെൽറ്റ. വളരെ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റാണ്, എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ നമ്മുടെ കയ്യിലുള്ള ബി എച്ചിനെയും ബി വിയെയും നമ്മൾ സ്ക്വയർ ആക്കി എടുത്തിട്ട് അഡീഷൻ നടത്താൻ പോവാണ്. സോ എങ്ങനെയായിട്ട് വരും നോക്കൂ. ബി എച്ച് സ്ക്വയർ നമ്മൾ എഴുതുകയാണെങ്കിൽ ബി എച്ച് സ്ക്വയർ ഈക്വൽ ടു എങ്ങനെയായിട്ട് മാറുന്നു? ബി സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ. am I കറക്റ്റ്? ദെൻ ബി വി സ്ക്വയർ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിട്ട് മാറും? ഇറ്റ് വിൽ ബി ബി സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ. സോ ഐ ഗോട്ട് the two equations. One is bh square and the other one is bv square. So ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും ജസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ അല്ലേ? സോ എൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഡെൽറ്റ എന്നുള്ളത് ആഡ് ചെയ്താൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി സ്ക്വയർ ഇൻറ്റു 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ഇതിൽ നിന്ന് ബി എഴുതുകയാണെങ്കിൽ എങ്ങനെ മാറും ഇക്വേഷൻ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്നെഴുതാം. ശരിയല്ലേ? സോ ഓർത്ത് വെക്കുക, ബി വിയും ബി എച്ചും എഴുതുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ബി എച്ച് സ്ക്വയർ എഴുതുന്നു, ബി വി സ്ക്വയർ എഴുതുന്നു, രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് കിട്ടുന്നു. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സം ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഏതെല്ലാം ടേംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏതെല്ലാം ടേംസ് ആണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യമാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, ദ ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റൈസിങ് ഫീൽഡ്.
എന്താണ് ഒന്നാമത്തെ ടോപ്പിക്ക്? മാഗ്നറ്റൈസിങ് ഫീൽഡ്. സോ വാട്ട് ഈസ് മാഗ്നറ്റൈസിങ് ഫീൽഡ്? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ ദി മാഗ്നറ്റൈസിങ് ഫീൽഡ്, സോ ഇക്വേഷൻ നോക്കൂ, B0 = μ0 ni. സോളിനോയിഡിൻ്റെ എല്ലാം കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് B0 = μ0 ni. ദെൻ ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഇൻ എ വാക്യൂം ആൻഡ് ഇൻഡ്യൂസ് എ മാഗ്നറ്റിസം. ഒരു മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു, ഫ്രെയിം ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിസം ഉണ്ടാകുന്നു, ഉണ്ടാക്കുന്നു, ഫ്രെയിം ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. am I correct? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക്, ദ സെക്കൻഡ് വൺ ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? BM എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചുകൊണ്ടാണ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ദ പ്രൊഡക്ഷൻ ഓഫ് EMF അക്രോസ് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ഒരു EMF, അതായത് ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നു, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നു, ഒരു EMF ഉണ്ടാകുന്നു. എവിടെ? അക്രോസ് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന ഒരു EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ, അത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു കണ്ടക്ടർ ഉണ്ട്, അത് വെച്ചിട്ടുള്ളത്, അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അങ്ങനെ ഒരു EMF ഉണ്ടാകുന്നു. സോ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഫാരഡേസ് ലോ ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നൊരു കോൺസെപ്റ്റാണ്. am I correct? So the equation ഓർത്ത് വയ്ക്കാം. Then the third one is magnetic field intensity. What is the concept? The magnetic field intensity. So definition wise പറയുകയാണെങ്കിൽ, see, the ability of magnetizing field to magnetize a material medium. ഒരു മെറ്റീരിയൽ മീഡിയത്തിന് മാഗ്നറ്റൈസിങ് പവർ കൊടുക്കുക, മാഗ്നറ്റൈസിങ് പവർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ എബിലിറ്റിയെ, ആ കഴിവിനെ, ആ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈസ് എക്സ്പ്രസ്ഡ് ബൈ വെക്റ്റർ H. ക്യാപിറ്റൽ ലെറ്റർ H എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചുകൊണ്ടാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നോക്കൂ. H = എങ്ങനെ എഴുതാം? Ni എന്ന് എഴുതാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? H = Ni എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. മോർ ഓവർ H = എങ്ങനെ എഴുതാം? B0 / μ0 എന്ന് എഴുതാം. ദെൻ ഇവിടെ B0 = μ0 Ni ആണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ Ni എന്ന് പറയുമ്പോൾ അതിന് H എന്ന് കൊടുക്കാമെങ്കിൽ ആ ഒരു ഇക്വേഷനെ നിങ്ങൾ മോഡിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ യു ക്യാൻ സേ H = B0 / μ0. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷനും ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. അത്രമാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഇവിടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. സോ ആ പറഞ്ഞതും ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഉണ്ട്, ദെൻ ദി മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, ദെൻ ദി മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ പറഞ്ഞത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിലേക്ക് അത് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിവൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ്, സി ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അടുത്ത ടോപ്പിക് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. സോ അതിൻ്റെ ഇക്വേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കൂ. M = M/V എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്? ക്യാപിറ്റൽ M = സ്മോൾ m / V എന്നുള്ളതാണ് അതിൻ്റെ
ഇക്വേഷൻസ് വരുന്നത്. ക്യാപിറ്റൽ എം ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ വി എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. 1 സെക്കൻഡ്. സി എം ഈക്വൽ ടു എം ബൈ വി എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. കൂടാതെ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? μ0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്നും എഴുതാം. സോ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് നോക്കൂ, ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് അല്ലേ, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ വെൻ പ്ലേസ്ഡ്, അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് എവിടെ? ഇൻ എ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ മൊമെൻ്റ് ഉണ്ടാകുന്നു. എവിടെ നിന്നാണ് മൊമെൻ്റ് ഉണ്ടാകുന്നത്? അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ പ്ലേസ് ചെയ്ത സമയത്തുണ്ടാകുന്ന ഒരു മൊമെൻറ്റമാണ്. സോ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ സിംപ്ലി മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കാം. എം ഈക്വൽ ടു എം ബൈ വി എന്നാണ് എഴുതുന്നത്. ഓർ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? μ0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് എഴുതാം. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, സ്മോൾ എം എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്. അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ ഒരു ടേം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സോർത്ത് വെക്കുക, ക്യാപിറ്റൽ എം ഈക്വൽ ടു ഓർ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെൻറ്റ് ബൈ വോളിയം, വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസും ഓർത്ത് വെക്കുക. എം ഈക്വൽ ടു സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി. The next one is magnetic permeability. What is the next topic? Magnetic permeability. Magnetic permeability യുടെ equation നോക്കൂ. mu equal to b by h. What is the equation? Mu equal to b by h. So നമുക്ക് പറയാം it is the ratio of b and h എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ കഴിയാവുന്നതാണ്. സോ mu equal to b by h ആണ്. b എന്നുള്ളതിൻ്റെ SI യൂണിറ്റ് ടെസ്ലയും എച്ച് എന്നുള്ളതിൻ്റെ ആംപിയർ മീറ്റർ ഇൻവേഴ്സുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടെസ്ല മീറ്റർ ആംപിയർ ഇൻവേഴ്സ് എന്നുള്ളത് അതിൻ്റെ യൂണിറ്റ് നമുക്ക് SI യൂണിറ്റ് ആക്കി എഴുതുവാൻ കഴിയുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ ഡയമെൻഷൻസ് എഴുതാം mLT⁻²a−2. സോ അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതി നോക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഞാൻ വീണ്ടും ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ +1 പഠിക്കുന്ന കാര്യമാണത്. സോർത്ത് വയ്ക്കുക, മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നത് എന്താണെന്ന് നോക്കൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ അടുത്ത സ്ലൈഡിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ആദ്യത്തെ ടോപ്പിക് എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് അല്ലേ. സോ റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ ഇക്വേഷൻ μr ഈക്വൽ ടു mu by μ0. What is the relative permeability? Relative permeability is the μr divided by μ0. Relative permeability μr equal to mu by μ0. ഓക്കെ, ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ദെൻ വാക്യൂം ആണെങ്കിൽ μr-ൻ്റെ വാല്യൂ വരുന്നത് 1 ആണ്. വട്ട് ഈസ് ദ വാല്യൂ ഓഫ് μr? ഇൻ ദ കേസ് ഓഫ് വാക്യൂം അതിൻ്റെ വാല്യൂ വരുന്നത് 1 ആണ്. എയർ ആണെങ്കിൽ 1.0000 വരും. സോ നമ്മൾ ആ സീറോസിനെ കൺസിഡർ ചെയ്യാറില്ല. എയർ ആണെങ്കിലും വാക്യൂം ആണെങ്കിലും നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കുന്നത് 1 ആക്കിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ അസ്യൂം ചെയ്യാറുള്ളത്. ദെൻ അയേൺ അല്ലെങ്കിൽ ലൈക്ക് ഫോർ അയേൺ ദ വാല്യൂ ഓഫ് μr അത് 1000-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എയറിനും വാക്യൂത്തിനും 1 ആണ്. ഐറൺ എന്ന് പറയുന്ന മെറ്റീരിയലിന് അത് 1000-നേക്കാൾ കൂടുതലാണ്. ദറ്റ് ഈസ് ദ മോർ ദാൻ 1000. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. വട്ട് ഈസ് ദ ടോപ്പിക്? മാഗ്നറ്റിക്
സസെപ്റ്റബിലിറ്റി. സോ ദി മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഇക്വേഷൻ വരുന്നത് നോക്കൂ, എക്സ് എം ഈക്വൽ ടു എം ബൈ എച്ച്. എക്സ് എം ഈക്വൽ ടു എം ബൈ എച്ച്. എക്സ് എം അല്ലെങ്കിൽ കൈ എം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എം ബൈ എച്ച് ആണ്. എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ടേക്ക്. ഒരു വസ്തുവിൻ്റെ, ഒരു സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റിയാണ് എന്തിന്? ടു ടേക്ക് അപ്പ് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷനായി മാറാൻ, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എടുക്കാൻ. ടു ടേക്ക് അപ്പ് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷൻ എടുക്കാൻ എവിടെ, എപ്പോൾ? വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് മാഗ്നറ്റൈസേഷൻ ടേക്കപ്പ് എടുക്കുവാനുള്ള അതിൻ്റെ പ്രോപ്പർട്ടിയെ, അതിൻ്റെ എബിലിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ എക്സ് എം ഓർ കൈ എം ഈക്വൽ ടു എം ബൈ എച്ച് എന്ന് പറയുന്ന ലെറ്റർ വെച്ച് വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഗിവൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എളുപ്പമാണ്. After the relation between magnetic permeability and magnetic susceptibility, one of the important relation you have to learn this. Okay, എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷൻ കൂടിയാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ mu ഈക്വൽ ടു mu0 ഇൻറ്റു 1 പ്ലസ് എം ബൈ എച്ച്. ആ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ mu ഈക്വൽ ടു mu0 ഇൻറ്റു എം ബൈ എച്ച് എന്നുള്ളത് കൈ എം ആണെന്ന് നമുക്കറിയാം അല്ലേ? അതാണ് ഞാനിതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ അതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ mu0 mu r ഈക്വൽ ടു വീണ്ടും നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, mu0 ഇൻറ്റു 1 പ്ലസ് കൈ എം എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി എഴുതിയത്? കാരണം മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mu0 ഇൻറ്റു mu r ആണ് എന്നുള്ളത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മോർ ഓവർ ഈ mu0യും mu0യും ക്യാൻസലേഷൻ നമുക്ക് നടത്താൻ കഴിയുമെങ്കിൽ, നടത്താൻ പറ്റുമെങ്കിൽ ബാക്കി വരുന്ന mu r ഈക്വൽ ടു 1 പ്ലസ് കൈ എം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ആ ഒരു ഇക്വേഷനാണ് ലാസ്റ്റ് ഇതിൽ വരുന്നത്. സോ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. കെമിസ്ട്രിയിലും നിങ്ങൾ പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫെറോ മാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കൊന്നും കടക്കേണ്ട. ഞാനിവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്പാരിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിൻ്റ് എഴുതാം അല്ലേ? സോ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സോ ജസ്റ്റ് ഡിസ്കഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നോക്കൂ, പ്രോപ്പർട്ടീസ്. ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ പവർഫുള്ളി ഡ്രോൺ ടു എ മാഗ്നറ്റ് ആണ്. അതേസമയത്ത് പാരാമാഗ്നറ്റിക് ആണെങ്കിലോ അത് വീക്ക്ലി ആയിരിക്കും അതിൻ്റെ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. ഡയ ആണെങ്കിലോ വീക്ക്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇവിടെ മാഗ്നറ്റൈസ്ഡ് വീക്ക്ലി ആണ്, ഇവിടെ വീക്ക്ലി അട്രാക്ഷൻ ആണ്. അതർ വൺ റിപ്പൾഷൻ ഫോമിലാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ബിഹേവിയർ. ഇവിടെ മൈഗ്രേറ്റ് ഫ്രീക്വൻ്റ്ലി ഫ്രം ലോ ടു ഹൈ ഫീൽഡ് ആണ് ഫെറോ വരുന്നത്. പാരയാണെങ്കിലോ ലോ ടു ഹൈ ഫീൽഡ് റീജിയൻ തന്നെയാണ് അത്. അതേ സമയത്ത് ഡയ വരുന്നത് സി മൂവ് ഫ്രീക്വൻ്റ്ലി ഫ്രം ഹൈ ടു ലോ റീജിയൻ. ഹൈയിൽ നിന്ന് ലോ റീജിയനിലേക്കാണ് ആരുടെ മൂവ്മെൻറ്റ് വരുന്നത്? ഡയയുടെ കേസിൽ മൂവ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ലൈക്ക് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ ടെമ്പറേച്ചർ ഇങ്ങനെ നോക്കൂ, ഇറ്റ് ടേൺസ് പാരാമാഗ്നറ്റിക് എബവ് ദ കർവ് പോയിന്റ്. അതേ സമയത്ത് ഇവിടെ ഇറ്റ് ടേൺസ് ഡയാമാഗ്നറ്റിക് ആണ്. അതുപോലെ തന്നെ ഡയയിൽ നോ ഇമ്പാക്റ്റ് ആണ് ടെമ്പറേച്ചറിന് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പെർമിയബിലിറ്റി ഉണ്ട്, ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ നോക്കൂ നോട്ട് മച്ച് മോർ ദാൻ 1s. ഇവിടെ നോക്കൂ ഓൾമോസ്റ്റ് 1s നോട്ട് ക്വിറ്റ്. അതായത് 1 എന്ന് പറയുന്ന ആ വാല്യൂവിൻ്റെ അടുത്ത് അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈ സസെപ്റ്റിബിലിറ്റി ആണ്. എക്സ്ട്രീംലി ഗുഡ് ആൻഡ് പോസിറ്റീവ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ലിറ്റിൽ മോർ ദാൻ പോസിറ്റീവ് ആൻഡ് യൂണിറ്റിയാണ്. ഇവിടെയോ നോട്ട് ഗെറ്റ് എ യൂണിറ്റി ആൻഡ് നെഗറ്റിവിറ്റി. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ്. അതുപോലെ തന്നെ എക്സാമ്പിൾ നോക്കൂ, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ ഉണ്ട്, മഗ്നീഷ്യം, ലിഥിയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും എല്ലാ കുട്ടികളും പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് കെമിസ്ട്രിയിലും ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പഠിച്ച സെയിം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാലും മതിയാവും. ഓക്കെ,
ദെൻ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത് സ്റ്റുഡൻസ് നമുക്ക് വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ ലോ നെയിം ഈസ് ക്യൂറീസ് ലോ. സോ വാട്ട് ഈസ് ദ ക്യൂറീസ് ലോ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്യൂറീസ് ലോ എന്ന് പറയുന്നത് നോക്കൂ, എന്താണ് ലോ പറയുന്നത്? ദാറ്റ് ഈസ് എം പ്രൊപ്പോർഷണൽ ടു എച്ച് ബൈ ടി. വാട്ട് ഈസ് ദ ലോ? എം പ്രൊപ്പോർഷണൽ ടു എച്ച് ബൈ ടി. ദ ലോ പറയുന്നത് എം പ്രൊപ്പോർഷണൽ ടു എച്ച് ബൈ ടി എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ നോക്കൂ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്? എച്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എന്താണ്? ടെമ്പറേച്ചറാണ്. സോ അതിനൊരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ മാഗ്നറ്റൈസേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫീൽഡ് ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോ മാഗ്നറ്റൈസേഷൻ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച്. എം എന്ന് പറയുന്ന മാഗ്നറ്റൈസിങ് അല്ലേ, ആ ഒരു പ്രോപ്പർട്ടി എം എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ് പ്രോപ്പർട്ടി എന്നുള്ളത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ കൊണ്ടുവരുന്നു, ദാറ്റ് ഈസ് സി. സി എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ എം ഈക്വൽ ടു സി ഇൻറ്റു എച്ച് ബൈ ടി എന്നെഴുതാം. സോ എം ബൈ എച്ച് ഈക്വൽ ടു സി ബൈ ടി എന്നതിനെ മാറ്റി എഴുതാം. സോ എം ബൈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എം എന്നാണ്. സോ chi m equal to c by t or chi equal to chi equal to c by t എന്ന് എഴുതാം. സോ ഇതാണ് ലോ. ഓർത്ത് വയ്ക്കുക, m proportional to h by t, m equal to c into h by t, then m by h equal to c by t. m by h means that is chi, susceptibility ആണ്. സോ susceptibility equal to c by t, that is the Curie's law എന്ന് പറയുന്ന കോൺസെപ്റ്റും അതുമായി വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു ഗ്രാഫാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റൈസേഷൻ ഉണ്ട്. ഒരു ഗ്രാഫ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും പാർട്ട് വരുന്ന ഈ ഒരു റീജിയണ് നമുക്ക് എന്ത് പറയാം? ക്യൂറീസ് ലോ ഒബേ ചെയ്യുന്ന റീജിയനാണ്. ആഫ്റ്റർ അതൊരു സാച്ചുറേഷൻ ആകും, ലോ ഒബേ ചെയ്യുന്നില്ല. സോ ഗ്രാഫിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാർക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഗ്രാഫുകളും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. ആഫ്റ്റർ ഇതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അവസാനം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഹിസ്റ്റെരിസിസ് എന്ന് പറയുന്നത്. സോ ഹിസ്റ്റെരിസിസിൻ്റെ മീനിങ് തന്നെ നോക്കൂ, ഡിലേഡ് എന്നാണ് അതിൻ്റെ മീനിങ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹിസ്റ്റെരിസിസ്? ദ മീനിങ് ഓഫ് ഹിസ്റ്റെരിസിസ് ഈസ് നത്തിങ് ബട്ട് ഡിലേഡ്. ഓർത്ത് വയ്ക്കുക, ഹിസ്റ്റെരിസിസ് എന്നുള്ളത് എവിടെ കണ്ടാലും ഇതിൻ്റെ മീനിങ് എന്താണ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മീനിങ് ഈസ് ഡിലേഡ്, വൈകി വരുന്നു, ഒന്ന് മറ്റൊന്നിൻ്റെ പിറകിൽ ബാക്കിൽ വരുന്നു. ഒരാൾ മുമ്പിൽ പോകുന്നു, മറ്റൊരാൾ പിറകിൽ പോകുന്നു. ആ ഒരു ഡിലേ, ആ ഒരു ഡിലേനെയാണ് ആക്ച്വലി നമ്മൾ ഹിസ്റ്റെരിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഹിസ്റ്റെരിസിസ്? ദി ഫെനോമിനൻ ഓഫ് ദ ലാഗിങ്, phenomenon of the lagging of the magnetic induction behind the magnetizing field. അപ്പോൾ ഇൻഡക്ഷനും ഫീൽഡും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധമാണ് നമ്മൾ ഈ ഹിസ്റ്റെരിസിസിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻഡക്ഷൻ അതുപോലെ തന്നെ ഫീൽഡ്, അതിൻ്റെ ഒരു ലാഗിങ് കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ phenomenon of the lagging of the magnetic induction. Phenomenon of the lagging of the magnetic induction behind the magnetizing field. Magnetizing field in the behind ആര്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഒരാൾ മുമ്പിൽ പോകുന്നു, മറ്റൊരാൾ ബാക്കിൽ പോകുന്നു, ഒന്ന് ഫോർവേഡും ഒന്ന് ബാക്ക്വേഡും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ലാഗിങ്ങിനെയാണ്, ആ ഒരു ഡിലേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിസ്റ്റെരിസിസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് കരുതിയിട്ട് ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ആക്ച്വലി. ദെൻ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇവിടെ എച്ച് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതുപോലെ തന്നെ ബി മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. സോ എക്സ്പെരിമെൻ്റലി കണ്ടക്ട് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ വെച്ച് സയൻറ്റിസ്റ്റുകൾ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി നോക്കൂ, ആദ്യം എച്ച് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ ബിയും ഇൻക്രീസ് ചെയ്യുന്നു, എച്ച് ഇൻക്രീസ് ചെയ്യുന്നു, ബി ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തുന്നു. ആഫ്റ്റർ നമ്മളതിനെ ബാക്ക്വേർഡിലേക്ക് എച്ച്
കുറച്ച് കൊണ്ടുവരുന്നു. സോ ബിയും കുറയുന്നു, എച്ച് കുറയുന്നു, ബി കുറയുന്നു. എക്സാക്റ്റ് ആയിട്ട് ലീനിയർ പ്രൊപ്പോർഷനിൽ നമുക്ക് കിട്ടുന്നില്ല ഒരു ചെറിയൊരു ബാക്ക്. അതായത് നോക്കൂ, എച്ച് എന്നുള്ളത് 0 ആകുന്ന സമയത്ത് ബി എന്നുള്ളത് 0 ആവില്ല. സോ വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോകണം. അങ്ങനെ ഒന്ന് മറ്റൊന്നിൻ്റെ പുറകെ ബാക്കിൽ ലാഗിങ് ആയി പോകുന്നു. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിസ്റ്റെറിസിസ് എന്ന് വിളിക്കുന്നത്. സോ അതിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ്, റിറ്റൻറ്റിവിറ്റി, കൊയേഴ്സിവിറ്റി, അതുപോലെ തന്നെ സാച്ചുറേഷൻ, ഇങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് സിലബസിലില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഹിസ്റ്റെറിസിസിനെ കുറിച്ച്. സോ ഒരാൾ മുമ്പിൽ പോകുന്നു, മറ്റൊരാൾ പുറകിൽ ബാക്കിൽ പോകുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഹിസ്റ്റെറിസിസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് റിറ്റൻറ്റിവിറ്റിയും കൊയേഴ്സിവിറ്റിയും. അതായത് എച്ച് കുറയുമ്പോൾ ബി കുറയുന്നു, ദെൻ അഗെയിൻ എച്ച് കുറയുമ്പോൾ ബി കുറയുന്നു. പക്ഷെ കറക്റ്റായിട്ട് കുറയുന്നില്ല, ലീനിയർ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും അതിന് കൊടുക്കുന്ന ടേംസ് ആണ് റിറ്റൻറ്റിവിറ്റിയും അതുപോലെ തന്നെ കൊയേഴ്സിവിറ്റിയും ഒക്കെ. സോ ഡീപ്പ് സ്റ്റഡി ഇല്ല, അതുകൊണ്ടാണ് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് ഇപ്പോൾ നമ്മൾ പറയാത്തത്. ഓക്കെ, സോ എനിവേ ഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ ഒരു ലാഗിങ് എന്ന് പറയുന്ന, ആ ഒരു ഡിലേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. സോ അതാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ആഫ്റ്റർ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് വീണ്ടും വരുന്നത്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ferromagnetic materials. What is the topic? Types of ferromagnetic material. The topic വരുന്നത് എന്താണ്? Types of ferromagnetic material. So എന്താണ്? These are the ferromagnetic material. Ferromagnetic materials ഉണ്ട് in which the magnetization disappears. അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ എളുപ്പം നഷ്ടമാകുന്നു, ഡിസ്അപ്പിയർ ആകുന്നു. എപ്പോഴാണ് അത് ഡിസ്അപ്പിയർ ആകുന്നത്? ഓൺ ദ റിമൂവൽ ഓഫ്, നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു, അല്ലെങ്കിൽ പിൻവലിക്കുന്നു, ഇല്ലാതെയാക്കുന്നു. ഓൺ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. നമ്മൾ പുറത്ത് നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. എക്സ്റ്റേണൽ നമ്മൾ കൊടുത്തിട്ടുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടുന്നു. പുറത്ത് നിന്ന് കൊടുത്തിട്ടുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് അയൺ, അതുപോലെ തന്നെ സ്റ്റാലോയ്, അതുപോലെ തന്നെ MU മെറ്റൽ തുടങ്ങിയ എക്സാമ്പിൾസ് മെറ്റീരിയൽസ് ആണ് ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. സോ അതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഓൾറെഡി നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്ന ഗ്രാഫ് അല്ലേ, ഡിലേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കൂ. ആ ഒരു ഹിസ്റ്റെറിസിസിൻ്റെ വിഡ്ത്ത് നേരത്തെ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ്? കുറവാണ് അല്ലേ, കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം. സോ ഇതാണ് ഫസ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. അതിൻ്റെ ഗ്രാഫ് ഓർത്ത് വയ്ക്കുക, തിക്നെസ് കുറവാണ്. എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഡെഫിനിഷൻസും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ആഫ്റ്റർ ഇതിൽ ഒരു ഗ്രാഫ് കൂടി വരുന്നുണ്ട്, അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ നെക്സ്റ്റ് വരുന്നത് നോക്കൂ, അടുത്ത ടൈപ്പ് ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ദാറ്റ് ഈസ് എ സെക്കൻഡ് വൺ ഈസ് ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹാർഡ് ഫെറോ മാഗ്നറ്റ്. സോ ഡെഫിനിഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അത് റിറ്റെയിൻ ചെയ്യും മാഗ്നറ്റൈസേഷൻ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. സോ നേരത്തെ പറഞ്ഞത് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്താൽ ലോസ് ആകും, നഷ്ടപ്പെടുന്നു. ഇവിടെ അങ്ങനെ നഷ്ടപ്പെടുന്നില്ല, അത് റിറ്റെയിൻ ചെയ്യുന്നു. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക, സ്റ്റീൽ, ആൽനിക്കോ, ലോഡ്സ്റ്റോൺ, അതുപോലെ തന്നെ ടൈക്കോണൽ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, ഇവിടെ കുറച്ച് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. അത് എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ആഫ്റ്റർ അതിൻ്റെ ഗ്രാഫ് നോക്കൂ, ഇവിടെ അതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ്. നേരത്തെ തിന്നായിരുന്നു, ഇവിടെ കുറച്ച് എന്തായി അല്ലേ, അതിൻ്റെ ആ വിഡ്ത്ത് കുറച്ച് കൂടി. സോ ഇതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നില്ല. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, ഗ്രാഫും ഓർത്ത് വെക്കുക. സോ സ്റ്റുഡൻസ്, മാഗ്നറ്റൈസേഷൻ ആൻഡ് മാറ്റർ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലവുമായിട്ട് നമ്മൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.